ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് BSc ബോട്ടണി സെക്കൻഡ് സെമസ്റ്ററിൽ മൈക്കോളജീൻ്റെ പോർഷൻസ് പഠിക്കാനുണ്ട്. അതിൽ വരുന്നതാണ് എന്താ, ഫഞ്ചേൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ, സബ് ഡിവിഷൻസിലുള്ള 4 സബ് ഡിവിഷൻസ് പഠിക്കാനുണ്ട്. മാസ്റ്റിഗോമൈക്കോട്ടിന, സൈഗോമൈക്കോട്ടിന, ആസ്കോമൈക്കോട്ടിന ആൻഡ് ബസീഡിയോമൈക്കോട്ടിന, ഇങ്ങനെ 4 സബ് ഡിവിഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ അനിസ്വോത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ പ്രകാരം കിങ്ഡം ഫഞ്ചൈനെ 2 ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മിക്സോമൈക്കോട്ടിൻ, യൂമൈക്കോട്ടിൻ. ഇതിൽ ഡിവിഷൻ യൂമൈക്കോട്ടയിൽ വരുന്ന 4 സബ് ഡിവിഷനാണ് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, യൂമൈക്കോട്ട എന്ന് പറയുന്നത് ആക്ച്വലി ട്രൂ ഫഞ്ചയാണ്. ഇതാണ് ശരിക്കുള്ള ഫഞ്ചൈ. മിക്സോമൈക്കോട്ട എന്ന് പറയുന്നത് ജസ്റ്റ് സ്ലൈം ഫഞ്ചയാണ്. യൂമൈക്കോട്ട എന്ന് പറയുന്നത് ട്രൂ ഫഞ്ചയാണ്. ഇത് ഹെട്രോട്രോഫിക് യൂക്കാരിയോട്സ് ആണ്. ഇതിൽ 5 സബ് ഡിവിഷനാണുള്ളത്. മാസ്റ്റിഗോമൈക്കോട്ടിന, സൈഗോമൈക്കോട്ടിന, ആസ്കോമൈക്കോട്ടിന ആൻഡ് ബസീഡിയോമൈക്കോട്ടിന ആൻഡ് ഡ്യൂട്ടറോമൈക്കോട്ടിന. ഇതിൽ ഡ്യൂട്ടറോമൈക്കോട്ടിന നമുക്ക് സിലബസിൽ പഠിക്കാനായിട്ട് ഇല്ല. ഇതിൻ്റെ മുന്നത്തെ സിലബസിലൊക്കെ ഡ്യൂട്ടറോമൈക്കോട്ടിനെ കൂടി പഠിക്കാനുണ്ടായിരുന്നു. ഈ സിലബസിൽ ബസീഡിയോമൈക്കോട്ടിന വരെയാണ് പഠിക്കാനുള്ളത്. ഈ ഡ്യൂട്ടറോമൈക്കോട്ടിന എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് ഫംഗയാണ്. ഇതിൻ്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അഥവാ ഇപ്പോൾ ഇതിൻ്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പക്ഷേ ആസ്കോയിലേക്കോ ബസീഡിയോയിലേക്കോ ഇതിൻ്റെ മെമ്പേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി മാസ്റ്റിഗോമൈക്കോട്ടിനയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സൂസ്പോറിക് ഫഞ്ചയാണ്. അതായത് ഇത് സൂസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫഞ്ചയാണ് മാസ്റ്റിഗോമൈക്കോട്ടിനയിലുള്ളത്. ഇത് അസെപ്റ്റേറ്റ് ആണ്, സീനോസൈറ്റിക് മൈസീലിയാണ്. ഇതിൻ്റെ മൈസീലിയം എന്ന് പറയുന്നത് അസെപ്റ്റേറ്റ് ആണ്, സീനോസൈറ്റിക് ആണ്. സീനോസൈറ്റിക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഹൈഫെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൈസീലിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെന്തുണ്ടായിരിക്കും, മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടോപ്ലാസം ഉണ്ടായിരിക്കും. അതിന് പറയുന്ന പേരാണ് എന്ത്, സീനോസൈറ്റ്. മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോപ്ലാസം ഉള്ള ഹൈഫെ ആയതുകൊണ്ട് ഇതിനെ പറയുന്ന പേരെന്താണ്, സീനോസൈറ്റാണ്. അപ്പോൾ ഇതിന് അസെപ്റ്റേറ്റ് ആണ്, സീനോസൈറ്റിക് ആണ്. അസെപ്റ്റേറ്റ് ഇൻ ദ കേസ് സെപ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സെപ്റ്റ ഉണ്ടായിരിക്കും. അപ്പം ഇതാണ് സെപ്റ്റേറ്റ് കണ്ടീഷൻ. ഇങ്ങനെ സെപ്റ്റകൾ വെച്ചിട്ട് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓരോ സെല്ല് പോലെ തോന്നിക്കുന്ന രീതിയിലായിരിക്കും ഹൈഫ ഉണ്ടായിരിക്കുക. ഇതാണ് എന്ത്, അസെപ്റ്റേറ്റ് കണ്ടീഷൻ. ഇതാണ് സെപ്റ്റേറ്റ് കണ്ടീഷൻ. അപ്പോൾ ഈ അസെപ്റ്റേറ്റ് ആയിട്ടുള്ള മൈസീലിയം പൊതുവെ എന്തായിരിക്കും, സീനോസൈറ്റിക് ആയിട്ടുള്ള മൈസീലിയായിരിക്കും. അപ്പോൾ പറഞ്ഞു നമ്മൾ സൂസ്പോറിക് ഫഞ്ചയാണ്. എൻ്റെ അടുത്ത് എന്താണ്, ഇതിന് ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള സൂസ്പോർസും ഗാമീറ്റ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് യൂണിസെല്ലുലാർ ആവാം, മൾട്ടി സെല്ലുലാർ ആവാം. ബ്രാഞ്ച്ഡ് ആൻഡ് അസെപ്റ്റേറ്റ് മൈസീലിയ ആയിരിക്കാം ഇതിന് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാലിയൻ ഫീച്ചേഴ്സിൽ ആദ്യത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു, മൈസീലിയം എന്ന് പറയുന്നത് അസെപ്റ്റേറ്റ് അല്ലെങ്കിൽ സീനോസൈറ്റിക് ആണെന്ന് പറഞ്ഞു. അതിൽ തന്നെ സെപ്റ്റാസ് ചിലപ്പോൾ ഫോം ചെയ്യാം. എപ്പോൾ, ഓൾഡ് ആയിട്ടുള്ള ഹൈഫയിൽ ചിലപ്പോൾ സെപ്റ്റകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുമ്പോഴും സെപ്റ്റ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് വന്നിട്ട് ഹൈഫൽ വാള് എന്ന് പറയുന്നത് ഒന്നുകിൽ കൈറ്റിൻ അല്ലെങ്കിൽ കൈറ്റിൻ ആൻഡ് സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. കൈറ്റിനും ഫംഗൽ സെല്ലുലോസും വെച്ചിട്ട് ഉണ്ടാക്കിയതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സെല്ലുലോസ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയതായിരിക്കും. അപ്പോൾ ഈ പോയിന്റ് ഓർത്ത് വയ്ക്കാം. ഹൈഫൽ വാളെന്ന് പറയുന്നത് കൈറ്റിൻ ആൻഡ് ഫംഗൽ സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയത് ആയിരിക്കാം, അല്ലെങ്കിൽ സെല്ലുലോസ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയതായിരിക്കും. പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് വാക്യുലേറ്റഡ് ആണ്. ഇതിൽ ഒരുപാട് സ്മോൾ ന്യൂമറസ് ന്യൂക്ലിയൈ ഉണ്ട്. ഇതിൻ്റെ ഫുഡ് റിസർവ്സിൽ മൈന്യൂട്ടായിട്ടുള്ള ഡ്രോപ്ലെറ്റ്സ്, ഓയിൽ ഡ്രോപ്ലെറ്റ്സും കാണാറുണ്ട്. ഇതിൻ്റെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷലും ഉണ്ട്, അസെക്ഷലും ഉണ്ട്. അപ്പോൾ ഈ ഹൈഫൽ വാൾ കൈറ്റിൻ ആൻഡ് ഫംഗൽ സെല്ലുലോസ് ഓർ ബൈ സെല്ലുലോസ് ഓൺലി, ഈ പോയിൻ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ ചെറിയ ഡിഫറൻസുകൾ മറ്റ് ഗ്രൂപ്പിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ നോട്ട് ചെയ്യേണ്ട മറ്റൊരു പോയിൻ്റാണ് എന്താ, സൂസ്പോർ, അതായത് ഫ്ലജല്ലേറ്റഡ് സൂസ്പോർ എന്നുള്ളത്. ഓക്കെ, ഇനി
റീപ്രൊഡക്ഷൻ്റെ കേസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു റീപ്രൊഡക്ഷൻ അസെക്ഷലും ഉണ്ട്, സെക്ഷലും ഉണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സൂസ്പോഴ്സ് വഴി അല്ലെങ്കിൽ അപ്ലാനോസ്പോഴ്സ് വഴി അല്ലെങ്കിൽ കൊനീഡിയ വഴിയാണ് എന്ത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഈ സൂസ്പോർ മേജറായിട്ട് അക്വാട്ടിക് ഫോംസിലാണ് സൂസ്പോഴ്സ് കാണുന്നത്. ടെറസ്ട്രിയൽ ഫോംസിന് അപ്ലാനോസ്പോഴ്സ് ആണ്. ഹയർ ആയിട്ടുള്ള ഫോംസിന് കൊനീഡിയാണ് കാണുന്നത്. ഈ സൂസ്പോർ എന്ന് പറയുന്നത് മോട്ടൈലായിട്ടുള്ള സ്പോറാണ്, അതായത് അതിന് മൂവ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ സ്പോർസ് ആണ് എന്ത് സൂസ്പോർസ്. ഈ അപ്ലാനോസ്പോർസ് എന്ന് പറയുന്നത് നോൺ മോട്ടൈലാണ്, അതിന് മൂവ്മെൻറ്റ് ഇല്ലാത്ത ടൈപ്പ് സ്പോർസ് ആണ് എന്ത് അപ്ലാനോസ്പോർസ്. അത് ടെറസ്ട്രിയൽ ഫോംസിനാണ് കാണുന്നത്. ഇനി കൊനീഡിയ എന്ന് പറയുന്നത് എന്താണ്? കൊനീഡിയൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ ഒരു ഹൈഫ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതാണ് കൊനീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഹയർ ഫോംസിൽ കൊനീഡിയ ആയിട്ടും കാണാം. ഇനി സൂസ്പോഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ, സൂസ്പോഴ്സ് എന്ന് പറയുന്നത് നേക്കഡാണ്, ഒന്നോ രണ്ടോ ഫ്ലജെല്ല കാണാം. ഓക്കെ, ആ ഫ്ലജെല്ലേനെ 3 തരത്തിലാണ് സൂസ്പോഴ്സ് 3 തരത്തിൽ ഡിവൈഡ് ചെയ്യാം. ഫ്ലജെല്ലേൻ്റെ അടിസ്ഥാനത്തിൽ സൂസ്പോഴ്സിനെ 3 തരത്തിൽ ഡിവൈഡ് ചെയ്യാം. ഒന്ന് സൂസ്പോഴ്സ് വിത്ത് സിംഗിൾ ആൻറ്റീരിയർ വിപ്ലാഷ് ഫ്ലജെല്ലം. ഇപ്പോൾ ഇത് സൂസ്പോർ ആണെന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ടായിരിക്കും? ഫ്ലജെല്ലം ഉണ്ടായിരിക്കും. അത് വിപ്ലാഷ് സിംഗിൾ പോസ്റ്റീരിയർ വിപ്ലാഷ് ഫ്ലജെല്ല ആണെന്നുണ്ടെങ്കിൽ എന്താണ്? അങ്ങനത്തെ ഫ്ലജെല്ല ഉള്ള സൂസ്പോഴ്സ് ഉണ്ട്. അല്ലാതെ സൂസ്പോഴ്സ് തന്നെ ടിൻസിൽ ടൈപ്പിലുണ്ട്. ഫ്ലജെല്ലം ടിൻസിൽ ടൈപ്പ്, ഇതാണ് ടിൻസിൽ ടൈപ്പ്. ഒരു ഹെയർ ഗ്രോത്ത് പോലെ, വിപ്ലാഷിലൊരു ഹെയർ ഗ്രോത്ത് പോലുള്ളതാണ് ടിൻസിൽ ടൈപ്പ് എന്ന് പറയുന്നത്. ഇത് പോസ്റ്റീരിയറിലും ഇത് ആൻറ്റീരിയറിലുമാണ് കാണുന്നത്. ഇനി സെക്കൻഡ്, 2 ലാറ്ററലി അറ്റാച്ച്ഡ് ഫ്ലജെല്ല, 2 ലാറ്ററലി അറ്റാച്ച്ഡ് ഫ്ലജെല്ല ഉള്ള സൂസ്പോഴ്സ് ഉണ്ടായിരിക്കും. അതിലൊന്ന് വിപ്ലാഷും ഒന്ന് ടിൻസിലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ 3 സൂസ്പോഴ്സ് ആണ് കാണുന്നത്. ഒന്ന് ആൻറ്റീരിയർ വിപ്ലാഷ്, പോസ്റ്റീരിയർ വിപ്ലാഷ് ഫ്ലജെല്ലം മാത്രമുള്ള സൂസ്പോർ, അല്ലാന്നുണ്ടെങ്കിൽ ആൻറ്റീരിയറിൽ ടിൻസിൽ ടൈപ്പുള്ള സൂസ്പോർ, പിന്നെ 2 ഫ്ലജെല്ലയുള്ള സൂസ്പോർ, ഒരു വിപ്ലാഷും ഒരു ടിൻസിൽ ടൈപ്പ് ഫ്ലജെല്ല ഉള്ള സൂസ്പോർ കാണാം. ഓക്കെ, ഇനി സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് പ്രോമിനൻ്റ് ആണ്. മെജോറിറ്റിയിൽ നടക്കുന്നത്, മോസ്റ്റ് കേസിൽ നടക്കുന്നത് ഐസോഗാമറ്റാഞ്ചിക് ആണ്. ഐസോഗാമറ്റാഞ്ചിക് എന്ന് പറഞ്ഞാൽ സിമിലർ ഗാമറ്റാഞ്ചിയൻ്റെ ഫ്യൂഷൻ നടക്കുന്നതിനാണ് ഐസോഗാമറ്റാഞ്ചിക് എന്ന് പറയുക. ഇതിലൊരു പ്രത്യേകമായിട്ട് മെയിൽ സെക്സ് ഓർഗനോ ഫീമെയിൽ സെക്സ് ഓർഗനോ ഇല്ല. സിമിലർ ആയിട്ടുള്ള 2 ഗാമറ്റാഞ്ചികൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതിനെയാണ് ഐസോഗാമറ്റാഞ്ചിക് എന്ന് പറയുന്നത്. ഇനി ചിലതിൽ ഊഗാമസ് ആണ്. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗാമറ്റാഞ്ചി ഉണ്ടായിരിക്കും. ഒന്ന് ഡിസിമിലർ ആയിട്ടുള്ള ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ഗാമറ്റാഞ്ചിയ ഉണ്ടാവും. അതിൽ മെയിൽ ഓർഗനെ പറയുന്ന ആന്ത്രീഡിയ എന്നും ഫീമെയിൽ സെക്സ് ഓർഗനെ പറയുന്ന ഊഗോണിയ എന്നാണ്. ഈ 2 എന്താണ് ഫ്യൂഷൻ നടന്നിട്ട് എന്തുണ്ടാവും? ഊസ്ഫിയർ ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ യൂണിയൻ എന്ന് പറയുന്നത് ഒരു നോൺ മോട്ടൈൽ ഗാമറ്റാഞ്ചിക്കൽ കോണ്ടാക്ട്സ് വഴിയാണ്. നോൺ മോട്ടൈൽ ഗാമറ്റാഞ്ചിയൽ കോണ്ടാക്റ്റ് വഴിയാണ് ഇത് നടക്കുന്നത്. അതായത് ഇവിടെ 2 ഗാമറ്റാഞ്ചികളുടെ കണ്ടൻറ്റ് തമ്മിൽ എന്ത് ചെയ്യാണ്? യുണൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു അപ്ലാനോഗമിയാണ്. നോൺ മോട്ടൈൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്? അപ്ലാനോഗമിയാണ് വരിക. ഓക്കെ, ഇനി ഇതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കാര്യം ബാക്കി എടുത്ത് നോക്കിയാൽ പ്ലാസ്മോഗമി കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് നടക്കും? കാരിയോഗമി നടക്കും. എന്നിട്ട് എന്തുണ്ടാവും? ഊസ്ഫിയേഴ്സ് ഉണ്ടാവും. ഈ ഊസ്ഫിയേഴ്സിന് മിയോസിസ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ആണ്. അപ്പോൾ അതെന്തായിട്ട് മാറും? ഹാപ്ലോയിഡ് ഊസ്പോഴ്സ് ആയിട്ട് മാറും. ഈ ഊസ്പോഴ്സിന് ചുറ്റും ഒരു തിക്കായിട്ടുള്ള വാൾ ഉണ്ടായിട്ട് അതെന്തായിട്ട് മാറും? അത് റെസ്റ്റിംഗ് പീരീഡിൽ പോകും. ഈ ഊസ്പോഴ്സ് എന്ന് പറയുന്നത് റെസ്റ്റിംഗ് പീരീഡിൽ ആവും. അപ്പോൾ ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ അത് ജെർമിനേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? സൂസ്പോഴ്സ് ആയിട്ട് മാറും.
ഇതിൽ മാസ്റ്റിഗോമൈക്കോട്ടിനയിലെ മെജോറിറ്റി മെമ്പേഴ്സ് എന്താണ്? അക്വാട്ടിക് ആണ്, ചിലത് ടെറസ്ട്രിയൽ ആണ്, ചിലത് ഒബ്ലിഗേറ്ററി പാരസൈറ്റ് ആണ്, ചിലത് ഫാക്കൾട്ടേറ്റീവ് പാരസൈറ്റ് ആണ്, ചിലത് സാപ്രോട്രോഫ്സ് ആണ്. ഇതിലെ മെയിൻ മെമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പിറ്റിയം, ആൽബുഗോ, ഫൈറ്റോഫ്തോറ ഒക്കെ ഈ മാസ്റ്റിഗോമൈക്കോട്ടിനയുടെ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്? സൈഗോമൈക്കോട്ടിന. ഇതിൻ്റെ താലസ് ഫിലമെൻറ്റാർ ആണ്. ഐഫെ ബ്രാഞ്ച്ഡ് അസെപ്റ്റേറ്റ് സീനോസൈറ്റിക്. നേരത്തെ അതേ പോയിന്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അസെപ്റ്റേറ്റ് ആണ്, സീനോസൈറ്റിക് ആണ്. ഇനി ഇത് ആ പോയിന്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പോയിന്റ് ഏതാണ്? കൈറ്റിൻ കൈറ്റോസാൻ കോംപ്ലക്സ് ആണ് എന്ത്? സെൽ വാൾ എന്ന് പറയുന്നത്. ഐഫൽ വാൾ എന്ന് പറയുന്നത്, സെൽ വാളല്ല, ഐഫൽ വാൾ എന്ന് പറയുന്നത് ഉണ്ടാക്കിയിട്ടുള്ളത് കൈറ്റിൻ കൈറ്റോസാൻ കോംപ്ലക്സ് വെച്ചിട്ടാണ്, അല്ലാതെ സെല്ലുലോസ്, ഫംഗൽ സെല്ലുലോസ് ഉപയോഗിച്ചിട്ടല്ല. ഇനി അടുത്ത ഡിഫറൻസ്, ഫ്ലജല്ലേറ്റഡ് സെൽസ് അല്ലെങ്കിൽ മോട്ടൈൽ സെൽസ് എന്താണ്? ആബ്സെൻ്റ് ആണ്. ഇതിൽ കാണുന്നില്ല ഫ്ലജല്ലേറ്റഡ്, അതായത് സൂസ്പോർ കാണുന്നില്ല. ഓക്കെ, ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള സെൽസ് അല്ലെങ്കിൽ ഫ്ലജല്ലേറ്റഡ് മോട്ടൈൽ സെൽസ് ഇതിൽ ആബ്സെൻ്റ് ആണ്. ഇനി അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞു, അവിടെ സൂസ്പോസ് ഉണ്ട്, അപ്ലാനോസ്പോസ് ഉണ്ട്, കൊനീഡിയ ഉണ്ട് അവിടെ. അപ്പോൾ ഇതിലെന്താണ്? ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള സെൽസ് ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നോൺ മോട്ടൈൽ ആയിട്ടുള്ള സ്പോറാഞ്ചിയോസ്പോർസ് അല്ലെങ്കിൽ അപ്ലാനോസ്പോർസ് വഴിയാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഈ സ്പൊറാഞ്ചിയോസ്പോർസ് സ്പൊറാഞ്ചിയത്തിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്പൊറാഞ്ചി എന്തായിട്ട് മാറും? ഒരു സിംഗിൾ സ്പോറായിട്ടും ആക്ട് ചെയ്യാം. ഈ സ്പൊറാഞ്ചി ഒരു സിംഗിൾ സ്പോറായിട്ട് ആക്ട് ചെയ്തിട്ട് അത് പിന്നീട് ജെർമിനേറ്റ് ചെയ്തിട്ട് ഹൈഫയായിട്ട് മാറും. ഓക്കെ, ഇനി ചില സമയങ്ങളിൽ എന്തുണ്ടാവാം? ക്ലാമിഡോസ്പോർസ് ആവാം. ഇത് മാസ്റ്റിഗോമൈക്കോട്ടിനയിൽ ഇല്ലാത്ത ഒരിതാണ് ക്ലാമിഡോസ്പോർസ് എന്ന് പറയുന്നത്. ക്ലാമിഡോസ്പോർസ് എന്ന് പറയുന്നത് ചിലപ്പം ചില കേസിൽ കൊനീഡിയ തിക്കൻഡ് ആയതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മൈസീലിയല്ലേ, മൈസീലിയത്തിലെ ഹൈഫൽ സെൽസ് തിക്കൻഡ് ആയതും ആയിരിക്കാം. അത് ഫേവറബിൾ കണ്ടീഷനിൽ എന്ത് ചെയ്യും? ജെർമിനേറ്റ് ചെയ്തിട്ട് ഹൈഫയായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഗാമറ്റാൻജിയൽ ഫ്യൂഷൻ ആണ്. എന്നിട്ട് ഫ്യൂഷൻ ചെയ്തിട്ട് സൈഗോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇതിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ എന്തില്ല? സൂസ്പോർസ് ആബ്സെൻ്റ് ആണ്. ഓക്കെ, ഈ സൈഗോസ്പോർ എന്ന് പറയുന്ന ഒരു റെസ്റ്റിംഗ് ബോഡിയാണ്. അത് ജെർമിനേറ്റ് ചെയ്തിട്ട് മൈസീലിയമായിട്ട് മാറും. ആ മൈസീലിയത്തിൻ്റെ ടെർമിനലിൽ എന്തുണ്ടായിരിക്കും? സ്പൊറാഞ്ചിയം ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയാണ് എന്ത്? ഈ ഒരു രണ്ട് മാസ്റ്റിഗോമൈക്കോട്ടിനെയും അതുപോലെ തന്നെ സൈഗോമൈക്കോട്ടിനെയും ആയിട്ടുള്ള രണ്ട് സബ് ഡിവിഷൻ, നമ്മുടെ യൂമൈക്കോട്ടയിൽ വരുന്ന രണ്ട് സബ് ഡിവിഷൻ്റെ സാലിയൻ ഫീച്ചേഴ്സാണ് ഈ കുറച്ചെണ്ണം പറഞ്ഞത്. ഇതിൽ നമുക്ക് ഡിഫറൻസ് നോക്കിയാൽ മനസ്സിലാവും. സൂസ്പോർസ് ഒരു വലിയ ഡിഫറൻസ് ആണ്. ഇതിലുള്ള വലിയൊരു ഡിഫറൻസ് എന്താണ്? സൂസ്പോർസ് ആണ്. പിന്നെ ഇതിൽ സൈഗോസ്പോർസ് ഉണ്ട്, ക്ലാമിഡോസ്പോർസ് ഉണ്ട്. പിന്നെ വരുന്ന ഡിഫറൻസ് എന്താണ്? കൈറ്റിൻ കൈറ്റാസോൺ കോംപ്ലക്സ് ആണ്. അപ്ലാനോസ്പോർസ് ആണ് മേജറായിട്ടുള്ള എന്ത്? റീപ്രൊഡക്ഷന് സഹായിക്കുന്ന അപ്ലാനോസ്പോർസ് അല്ലെങ്കിൽ സ്പൊറാഞ്ചിയോസ്പോർസ്. അതുണ്ടാവുന്നത് സ്പൊറാഞ്ചിയയിലാണ്. ആ കാര്യങ്ങളൊക്കെ നോക്കാം. അതൊക്കെയാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് മെയിനായിട്ട്. സാലിയൻ ഫീച്ചേഴ്സ് പഠിച്ചാൽ തന്നെ നമുക്ക് ഏറെക്കുറെയൊക്കെ ആ ടൈപ്പിലുള്ള പോയിൻറ്സും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള സബ് ഡിവിഷൻസും കൂടി നോക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.